ശ്യാം ദേവരാജ് ഇന്ന് ഒട്ടേറെ പ്രധാനപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ ആയിട്ട് എത്തുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 20,000 കോടി രൂപയാണ് കേരളം വായ്പാ പരിധിയിൽ ഉൾപ്പെട്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിനു മാത്രമായി ഇളവ് നൽകാനാവില്ല എന്ന നിലപാടാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. എന്തായിരിക്കാം സുപ്രീം കോടതിയിൽ ഇനി കേന്ദ്രം പറയാൻ പോകുന്നതും കേരളം അതിന് മറുപടി പറയാൻ പോകുന്നതും? ഇന്ന് വിധിയുണ്ടാകുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ശ്യാം ദേവരാജ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ 2 ദിവസങ്ങളാണ് കടന്നുപോകുന്നത്, ഇന്നും നാളെയും. സുപ്രീം കോടതി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജിയിൽ ഇന്നും നാളെയും വിശദമായ വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുൾപ്പെടുന്ന 2-അംഗ ബെഞ്ചാണ് കേരളത്തിന്റെ വാദം കേൾക്കുന്നത്. കേരളത്തിന് വേണ്ടി വാദങ്ങൾ അവതരിപ്പിക്കുന്നത് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ്. ഇന്ന് 7ാമത്തെ ഐറ്റമായാണ് ഇന്ന് ഈ വിഷയം കോടതി പരിഗണിക്കുന്നത്. നേരത്തെ രാവിലെ 10:30 തന്നെ കോടതി നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പരിഗണിക്കും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇതിനു മുൻപ് മറ്റ് 6 വിഷയങ്ങൾ കൂടി പരിഗണനാ പട്ടികയിലുണ്ട്. സ്വാഭാവികമായും അതിനുശേഷമായിരിക്കും പരിഗണിക്കുക. പക്ഷേ ഇത് പരിഗണിക്കുമ്പോൾ ഇന്ന് ആദ്യം വാദം പറയുന്നത് കേരളം തന്നെയാണ്. കേരളത്തിന് വേണ്ടി കപിൽ സിബൽ വാദങ്ങൾ ഉയർത്തും. കാരണം കേരളത്തിന്റെ ഏറ്റവും സുപ്രധാനമായ വാദം ഇനി ഏതാണ്ട് 20,000 കോടി രൂപയ്ക്കടുത്ത് കേരളത്തിന് ലഭിക്കാനുണ്ട്. ഇത് നിയമപരമായി ലഭിക്കേണ്ട തുകയാണ് എന്നതാണ് കേരളത്തിന്റെ അവകാശം. അതായത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുകയാണ് 20,000 കോടി രൂപ. അത് കേരളത്തിന് നിയമപരമായി കടമെടുക്കാൻ അവകാശമുള്ള തുകയാണ്. അത് കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യവും. കാരണം സംസ്ഥാനം വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി തൽക്കാലത്തേക്കെങ്കിലും മറികടക്കാൻ ഈ കടമെടുപ്പ് അനിവാര്യമാണ് എന്നൊരു വാദവും കൂടി കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ഉയർത്തും. മാത്രമല്ല 2 തവണയാണ് സമവായ ചർച്ച സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി കേരളത്തിന് അനുകൂലമായി നടത്തിയ നിരീക്ഷണങ്ങൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം കേരളത്തെ അനുകൂലമായ ഒരു നിലപാടാണ് സുപ്രീം കോടതി നേരത്തെ തന്നെ എടുത്തിരുന്നത്. കാരണം 2 തവണ സമവായ ചർച്ച നടത്താനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് വാങ്ങാനും അല്ലെങ്കിൽ കൂടുതൽ തുക ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം, ലഭിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വേള ഇടക്കാല ഉത്തരവ്, വാക്കാലുള്ള ഒരു ഉത്തരവുണ്ടായത് 13,000 കോടി രൂപയോളം 13,800 കോടി രൂപയോളം അടിയന്തരമായി കേരളത്തിന് ലഭ്യമാക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് കേരളത്തിന് ആശ്വാസകരമായ ഒരു നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ഇന്ന് ഇക്കാര്യത്തിലൊരു ഇടക്കാല ഉത്തരവാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ളൊരു വാദമാണ് സുപ്രീം കോടതിയിൽ ഇന്ന് കേരളം നടത്തുകയും ചെയ്യുക. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി വാദവും കൂടി ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ വാദം നീണ്ടുപോയാൽ സുപ്രീം കോടതി കേൾക്കും. ഒരു നിമിഷം, നമ്മൾ ഇവിടെ ഒരു BJP പ്രതിനിധിയുണ്ട്, അദ്ദേഹത്തിനൂടെ ഇടക്കാല ഉത്തരവ് ഉണ്ടാവോ? ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ അറിയാമല്ലോ. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. സുപ്രീം കോടതി സുനിൽ ഇവിടെ ഇടക്കാല ഉത്തരവാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും കേരളത്തിന് അനുകൂലമായ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട അർഹമായ വിഹിതം പിടിച്ചുവെക്കുന്നതിനെതിരെയാണ് കേരളം വിപ്ലവകരമായ ഒരു നിയമ പോരാട്ടം നടത്തുന്നത്. അങ്ങനെ ഇടക്കാല ഉത്തരവുണ്ടെങ്കിൽ കോൺഗ്രസിന് ക്ഷീണമാണേ. കോൺഗ്രസിന് ക്ഷീണമൊന്നുമില്ല. നിങ്ങൾ സമരം ചെയ്യാൻ പോയിട്ടില്ല. ഇവിടെ CPM ഉയർത്തിയ നിലപാടും ദില്ലി ചെലവും ശരിയാണെന്ന് വരും ഇന്ന് ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ. അങ്ങനെയല്ല, കേരളത്തിന് ഫണ്ട് കിട്ടുന്നതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എതിരൊന്നുമില്ല. പക്ഷേ എന്നാൽ ധൂർത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ മാറി നിന്നത്. തീർച്ചയായിട്ടും അതല്ലേ പ്രധാനപ്പെട്ട കാര്യം അല്ലേ? ധൂർത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ധൂർത്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ ഇക്കാര്യത്തിൽ സജീവമായ ചർച്ചയിലാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഗംഭീരമായ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വരാം.